ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈസി സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ? വായോ, വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സാമ്പാറിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഓറഞ്ച് കളറിലുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു കൈപ്പിടിയോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന പരിപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പരിപ്പ് ഞാനിതാ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രം മതി കേട്ടോ. ഇപ്പം ഞാനിതിലോട്ട് ഇടാൻ പോകുന്നത് സവാളയാണ്. സവാള ഞാനിത് ഈ സൈസിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു സവാളയാണ് മീഡിയം സൈസിലുള്ളത്. അത് ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തക്കാളിയാണ്. ഞാൻ ഒരു തക്കാളി ഇതാ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ കറി വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏകദേശം 1 കപ്പോളം വരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പകുതി വെന്ത കഷ്ണങ്ങളിലോട്ട് നമുക്ക് വെണ്ടക്കായ കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. 5-6 വെണ്ടക്കായ എടുക്കുക. അത് പകുതി രീതിയിൽ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വെണ്ടക്കായും കൂടി നമുക്കൊന്ന് വെന്ത് കിട്ടാനായിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതിൽ ഉള്ളത് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലേ? സബോള, തക്കാളി, പരിപ്പ്, വെണ്ടക്കായ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് കാച്ചിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് കടുകിട്ട് പൊടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് വറ്റൽമുളക് ചേർക്കാനായിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. ഞാനപ്പോൾ ചേർക്കാണ് ഈ സമയത്ത്. ഇനി എല്ലാം നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത പൊടികളിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയുടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ വെള്ളം ആ പൊടിയൊക്കെ ആയിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി അതിന് ശേഷം നമുക്കിത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പുളിവെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാച്ചിലേഴ്സിനെ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. നമുക്കാണെങ്കിൽ അധികം കഷ്ണങ്ങളൊന്നും ഇതിലോട്ട് വേണ്ട. എന്നിരുന്നാൽ കൂടി നല്ല ടേസ്റ്റാണ് ഈ സാമ്പാറിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.